ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന പെൺപിള്ളേർക്ക് കുറച്ച് അഡ്വൈസ് തരാം. മോട്ടിവേഷൻ. നമ്മൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ കൺസേൺഡ് ആവുന്നത് നമ്മുടെ ബോഡീനെ കുറിച്ചാണ്. കാരണം നല്ല മാതിരി നമ്മൾ തടി വയ്ക്കുമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ ഭയങ്കര അപ്സെറ്റ് ആവും. പോരാത്തതിന് നമ്മളുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ കുറേ ദുഷ്ടശക്തികളെന്നേ ഞാൻ പറയുള്ളൂ. കുറേ ദുഷ്ടശക്തികൾ വന്ന് കൊണ കുറേ പറയും നമ്മളെ. ആന പോലെയായി തടിച്ചു, ഇത് എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും. അപ്പം നമ്മൾ ആക്ച്വലി ആ സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നറിയോ? ബ്രീത്ത് ഇൻ ആൻഡ് സ്റ്റേ ഫോക്കസ്ഡ് കേട്ടോ. തീരെ അതിലൊന്നും നമ്മൾ തകരാൻ പാടില്ല. കാരണം നമ്മൾ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നതാണ് നമ്മളുടെ ബേബി. അപ്പോൾ കുറേ പേർക്ക് പറ്റുന്ന കാര്യം എന്താ, എല്ലാവരും ആ സമയത്ത് ഭയങ്കരമായിട്ട് ഡയറ്റിങ് തുടങ്ങും. മെൻ്റൽ ഹെൽത്തും കയ്യിൽ നിന്ന് പോവും, ഡിപ്രഷനിലാവും, തടി കുറയ്ക്കാൻ വേണ്ടി കട്ട ഡയറ്റിങ്, പട്ടിണി എല്ലാം കൂടെ ലാസ്റ്റ് എഫക്റ്റ് ചെയ്യുന്നത് ആ ബേബിനെ ആയിരിക്കും. ഈ പട്ടിണി, ഡിപ്രഷൻ ഒന്നും ഇതിനൊരു സൊല്യൂഷനേ അല്ല കേട്ടോ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, പതുക്കെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതും സ്റ്റാർട്ട് ഇറ്റ് വെരി സ്ലോ. നമ്മളുടെ ഹെൽത്ത് മനസ്സിലാക്കുക. ഡോക്ടേഴ്സ് തന്നെ ആദ്യം കുറച്ച് പറഞ്ഞു തരില്ലേ, നമ്മൾ ലെഗ് റേസസ് ചെയ്യണം, അങ്ങനെ സ്ലോലി ക്രഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക, വാക്കിംഗ് തുടങ്ങുക. പിന്നെ നമ്മളുടെ ബോഡി ഒന്ന് പ്രിപ്പയർഡ് ആകുമ്പോൾ അഗ്രസീവ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഡയറ്റിങ്ങും ചെറുതായിട്ട് നോക്കുക. ബോഡി ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നല്ലപോലെ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് മിൽക്ക് പ്രൊഡക്ഷൻ നന്നായി കൂടും. അത് ഇൻഡയറക്റ്റ്ലി നമ്മുടെ ബേബിനെയും ഹെൽപ്പ് ചെയ്യും. ഈ ആൾക്കാർ പറയുന്ന കണകുണകളൊന്നും മൈൻഡിലേക്ക് എടുക്കരുത്. ഡിപ്രഷനിലോട്ട് പോവാതെ നോക്കുക. ബി പോസിറ്റീവ്, ബി ഹാപ്പി. കുഞ്ഞിൻ്റെ ആ ഒരു ടൈം മാക്സിമം എൻജോയ് ചെയ്യാൻ നോക്കാം. ഞാൻ അങ്ങനെ തടി കുറച്ച് കൊണ്ടുവന്ന ഒരാളാണ്. എൻ്റെ 20 kg ഞാൻ കുറച്ചു. അത്യാവശ്യത്തിന് ബാക്ക് ടു നോർമൽ വെയിറ്റ് ആയിട്ടുണ്ട്. പഴയ ഡ്രസ്സസൊക്കെ പാകമായി തുടങ്ങി. ആൻഡ് ഐ എം ഹാപ്പി.